ഹായ്, ഹാപ്പി സൺഡേ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. എന്റെ കമന്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിന്നെപ്പോലെ ഒരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിന് റിപ്ലൈയും ചെയ്തു, അനിയത്തിക്കുട്ടി തന്നെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും ആ കമന്റ് എനിക്ക് എങ്ങനെയോ എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. ഞാനിങ്ങനെ എന്താ പറയാ, ചുമ്മാ വീഡിയോസ് ചെയ്ത് അങ്ങനെ പോകുന്നതല്ല. എനിക്ക് ചിലതൊക്കെ, ചില ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അങ്ങനെ ഒരു ആ കമന്റ് വന്നപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിൽ വല്ലാതെ കൊണ്ടു. കാരണം ഒരു ഏട്ടനില്ലാത്തതിന്റെ വിഷമം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്, പല സാഹചര്യങ്ങളിലും അനുഭവിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അറിയോ നിങ്ങൾക്ക്, ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് 2-3 ഏട്ടന്മാരുണ്ട്. അപ്പൊ ഇവളെന്നും ഈ വന്നിട്ട് പറയണത്, ഏട്ടൻ അവിടെ കൊണ്ടുപോയി, ഏട്ടൻ ഇന്ന് കൂട്ടാൻ വരും, ഇവിടെ പോകും, അങ്ങനെ 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 ഏട്ടനെ പറ്റിയിട്ടുള്ള ടോക്കാണ്. അപ്പം എനിക്ക് പല സമയത്ത് എനിക്ക് വിഷമം വരും. കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രി കുറച്ച് ദൂരെയായിരുന്നു വീട്. ദൂരെ വീട്ടിലെത്തുമ്പോൾ വിളിക്കാൻ വരാൻ പോലും ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പം അങ്ങനെ കുറെ അങ്ങനെ പല സാഹചര്യങ്ങളിലും, അത് മാത്രമല്ല പല സാഹചര്യങ്ങളും വിഷമിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ സ്വന്തം ഏട്ടനെ പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവാറുണ്ട്. വിഷമല്ല, കുശുമ്പാവാറുണ്ട്. അപ്പം അങ്ങനൊക്കെ അപ്പൊ എനിക്ക് പറയാറുള്ള എന്താന്ന് വെച്ചാല്, സ്വന്തമായിട്ട് ഏട്ടനുള്ളവരും സ്വന്തമായിട്ട് അനിയത്തിമാരുള്ളവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഉള്ളപ്പോ അതിന്റെ വില അറിയത്തില്ല, ഇല്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ വില അറിയാ. അപ്പം എല്ലാരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ആപ്പിളാണ്. മടിച്ചിയാ, ഒന്നും ഉണ്ടാക്കാൻ വയ്യ.